One day you're swimming in the pool, and the next day it's all gone. But she came out with her little Yeti piggy bank for us to rebuild our house. ജെയിംസ് വൂഡ് ഇന്ന് കരയുകയാണ്. തനിക്കിഷ്ടപ്പെട്ട വീട്, തൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവങ്ങളുള്ള വീട് എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം ഇന്ന് ഒരു ഇൻ്റർവ്യൂവിൽ കരയുന്നതാണ്. 2023 ഗസയിലെ ജനങ്ങൾ നേരിട്ടിരുന്ന സംഘർഷകാലത്തിൽ ജെയിംസ് വൂഡ്സ് തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കിൽ ദം ഓൾ, എല്ലാ ഫലസ്തീനികളെയും അങ്ങ് കൊന്നേക്ക് ഇസ്രായേൽ എന്ന പദം ഉപയോഗിച്ചു. ഇസ്രായേലിൻ്റെ ഹമാസിനെതിരായ ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്ന തരത്തിൽ അദ്ദേഹം ഈ പ്രസ്താവനയെ അവതരിപ്പിച്ചു. ഗാസയിലെ ജനങ്ങൾ നിരന്തരം യുദ്ധത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഇരകളായി കഴിയുമ്പോൾ ഇത്തരമൊരു പ്രസ്താവന വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. ദീർഘകാല സംഘർഷവും അവിടെ ജീവിക്കുന്ന നിരപരാധിയായ ജനങ്ങളുടെ ദുരിതവും നമ്മെ സങ്കടപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയപ്പോൾ ഒരുപാട് മനുഷ്യർ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറം അരുത് എന്ന് നിലവിളിച്ചു. ക്രൂരതയാണ് എന്ന് പറഞ്ഞു. അതിനെ എതിർത്ത് അവാർഡുകൾ വരെ നിഷേധിച്ചവരുണ്ട്. എന്നാൽ വർഷങ്ങളായി ഗാസയിലുള്ള സാധാരണ ജനങ്ങൾ സജീവ യുദ്ധത്തിൻ്റെയും തടസ്സങ്ങളുടെയും ഇരയാണ്. അധികാരത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ സംഘർഷം സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവരടക്കം നിരപരാധികളായ നിരവധി പേരുടെ ജീവൻ ഇല്ലാതാക്കുന്നു. വൈദ്യുതി, വെള്ളം, ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഗാസയിലെ ജനങ്ങൾക്ക് ഉറപ്പാക്കപ്പെടുന്നില്ല. ഇത്തരമൊരു നരകത്തിലൂടെ കടന്നു പോകുന്ന ജനങ്ങളെക്കുറിച്ച് കിൽ ദം ഓൾ എന്ന പ്രസ്താവന ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം അറിഞ്ഞില്ല, എല്ലാം അറിയുന്ന ഒരാളുണ്ട്, എന്തും ചെയ്യാൻ കഴിയുന്ന പടച്ചവന് ഇതെല്ലാം തിരിച്ചു ചെയ്യാനും ഒരു നിമിഷം മതിയെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. ഇന്ന് എൻ്റെ എല്ലാം പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുകയാണ്. പണ്ട് ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സമയത്ത് നൈസ് ജോബ് എന്ന് കമൻ്റ് ഇട്ടതും കെട്ടിടങ്ങൾ നശിപ്പിച്ചപ്പോൾ വെരി വെൽ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചതും അദ്ദേഹമാണ്. സമൂഹത്തിലെ പലരും വൂഡ്സിനെ ജനസംഹാരത്തിനും വിദ്വേഷത്തിനും പിന്തുണ നൽകുന്ന വ്യക്തി എന്ന് വിശേഷിപ്പിച്ചു. ഗസയിലെ ജനങ്ങൾക്കെതിരെ ഇത് ഒരു പരോക്ഷമായ ആക്രമണത്തെ അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തുവെന്ന് വിമർശകർ ആരോപിച്ചു. എന്നാൽ വൂഡ്സ് ഈ അഭിപ്രായങ്ങളിൽ നിന്നും പിന്നോട്ട് പോവാതെ തൻ്റെ നിലപാട് ശക്തമായി തുടരുകയാണ്. ഇപ്പോഴിതാ 2025 ജെയിംസ് വൂഡ്സിൻ എല്ലാം നഷ്ടപ്പെട്ട് കരയുന്ന തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ വീട്, $45 ലക്ഷം വില മതിക്കുന്ന സ്വന്തം വീട് കാലിഫോർണിയയിലെ കാട്ടുതീയിൽ നശിച്ചു. ഇന്ന് കാലിഫോർണിയയുടെ അവസ്ഥ എന്താണ്? കാട്ടുതീ കാരണം ഒരു നാടാകെ നശിച്ചിരിക്കുകയാണ്. 40,000-ലധികം ഏക്കർ ഭൂമി നിന്ന് കത്തുകയാണ്. 10,000-ലധികം കെട്ടിടങ്ങൾ നിന്ന് കത്തിയിട്ടുണ്ട്. അതിൽ 6,000-ഓളം കെട്ടിടം പരിപൂർണമായി തകർന്ന് നിലം പൊത്തിയ അവസ്ഥയിലായി. ഏതാണ്ട് 7,000-ഓളം കെട്ടിടം അഗ്നിബാധയിൽ ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമായി. കഴിഞ്ഞ വർഷം ഇതേ സമയം അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിരപരാധികളായ ലക്ഷക്കണക്കിന് ആളുകളെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങൾ തകർക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഗസയെ തകർക്കാൻ സഹായം ചെയ്യുന്ന അമേരിക്ക ഇന്ന് ഗസയെ പോലെയായി മാറുന്നു. ഇന്ന് ലോസ് ആഞ്ചലിലെ ദൃശ്യവും ഗസയിലെ ജബലിയയിലെ ദൃശ്യവും നോക്കിയാൽ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. മനോഹരമായിരുന്ന ഗസ ഒരു ചുടലപ്പറമ്പാക്കി മാറ്റാൻ കൂട്ടുനിന്ന അമേരിക്ക അവരുടെ കാലിഫോർണിയയെയും ലോസ് ആഞ്ചൽസിനെയും ഒക്കെ ദൈവം ഇന്നങ്ങനെ മാറ്റിയിരിക്കുന്നു. ഇതൊരു ദൃഷ്ടാന്തമാണ്. താൻ ചെയ്ത പാപങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടും എന്ന ചൊല്ലിനെ ശരിയാക്കുന്ന ഒന്ന്. അന്ന് ഗസ കരഞ്ഞപ്പോൾ കളിയാക്കിയവർ ഇന്ന് കരയുന്നു. ഇന്ന് അമേരിക്കയിൽ ആവശ്യത്തിനുള്ള ഫയർഫോഴ്സ് ഇല്ല. ആവശ്യത്തിലധികം വെള്ളം ഉപയോഗിച്ചതിനാൽ ഇപ്പോൾ കുടിവെള്ളക്ഷാമവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ 2025 ജെയിംസ് വൂഡ്സ് എല്ലാം നഷ്ടപ്പെട്ട് കരയുകയാണ്. തൻ്റെ $45 ലക്ഷം വിലമതിക്കുന്ന സ്വന്തം വീട്, അങ്ങനെ എത്രയോ അധികം വീടുകൾ. ഇവിടം വരെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മറക്കാത്ത സമൂഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നഷ്ടം ഉൾപ്പെടെ നിരവധി ചർച്ചകൾ ഇടയാക്കി. ജെയിംസ് വൂഡ്സ് ആദ്യം കാണിച്ച ഇൻ്റർവ്യൂവിൽ ഈ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കുട്ടി എൻ്റെ അടുത്തെത്തി. തൻ്റെ പൈസയുടെ ഒരു ഭാഗം തനിക്ക് നൽകി. അവളുടെ ഈ സ്നേഹവും കരുണയും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അന്ന് അത്ര പോലും ചിന്തിക്കാത്ത ഈ കുട്ടിയുടെ അത്രവും മനസ്സലിവില്ലാത്ത പെരുമാറിയ അദ്ദേഹത്തിന് പടച്ചവൻ നൽകിയ ഒരു അനുഭവമായിരിക്കാം ഇതൊരു പക്ഷേ. ഈ ചെറിയ ദയയും കരുണയും ദുരിതകാലത്ത് മനുഷ്യരുടെ മനസ്സിൽ പ്രതീക്ഷയുടെ കിരണമായി മാറുന്നു.
ഇപ്പോഴത്തെ അവസ്ഥയിൽ വുഡ്സ് തൻ്റെ വീടിനെയും വ്യക്തിപരമായ നഷ്ടങ്ങളെയും കുറിച്ച് തുറന്നു പറയുമ്പോൾ ലോകം അദ്ദേഹത്തോട് ഒരു നേർചോദ്യം ഉന്നയിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വേദനയെ മനസ്സിലാക്കുമ്പോൾ ഗാസയിലെ സാധാരണ ജനങ്ങൾ നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ?